ഹലോ ഗായ്സ്, അപ്പം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ബിഗ് ബോസ് സീസൺ 7ൻ്റെ ചെറിയൊരു ലൈവ് അപ്ഡേറ്റ് തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വീഡിയോ ചെയ്യുന്നത്. ടെലികാസ്റ്റ് ഓൾറെഡി വന്നിട്ടുണ്ടാവും. അപ്പോൾ ടെലികാസ്റ്റ് കാണിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ലൈവിൽ സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ചെറിയ ചെറിയ ഫൈറ്റുകളാണ് അത് വലിയൊരു ഫൈറ്റിലോട്ട് എത്തിയത്. അപ്പോൾ രാവിലെ തന്നെ നമുക്കറിയാം മെയിനായിട്ടുള്ള നമ്മുടെ ആ ബിഗ് ബോസ് സീസൺ 7ൻ്റെ വിഷയം എന്ന് പറയുന്നത് അനീഷാണ്. സോ അനീഷ് ഇല്ലാത്തൊരു വഴക്ക് അവിടെ ഇല്ല കേട്ടോ. ഏത് സബ്ജക്റ്റ് എടുത്താലും അവിടെ ഒരു വഴക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ളിൽ അനീഷ് എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അവിടെ മാത്രമേ വഴക്കുണ്ടാവുള്ളൂ. ഇപ്പോൾ നമുക്ക് അറിയാമായിരിക്കും അനീഷിനെ കിച്ചൺ ക്യാപ്റ്റൻ ആക്കിയിട്ടാണ് വെച്ചേക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ക്യാമറാസ് ഫുൾ ഫോക്കസ് ചെയ്തേക്കുന്നത് കിച്ചണിലാണ്. സോ കിച്ചൺ ഏരിയ മാത്രമാണ് കേട്ടോ ഇപ്പോഴത്തെ കണ്ടന്റ്. സാധാരണ നമ്മൾ നേരത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വീക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കുറേ കണ്ടന്റ് ഇയാളുടെ ഭാഗത്ത്, അതായത് കിച്ചണിൽ അങ്ങനെ വലുതായിട്ട് ക്യാമറ ഫോക്കസ് ചെയ്തിട്ടേ ഇല്ല. അഥവാ എന്തെങ്കിലും ചെറിയ ഇഷ്യൂസ് അവിടെ ഉണ്ടായാൽ ജസ്റ്റ് ഒന്ന് കാണിക്കും, പിന്നെ അങ്ങ് മാറ്റും. പക്ഷേ ഇപ്പോൾ ഈ ഒരു വീക്കിൽ മൊത്തം തുടങ്ങിയ തൊട്ടേ ക്യാമറ ഫുൾ ഫോക്കസ് ചെയ്തേക്കുന്നത് കിച്ചൺ ഏരിയയിലാണ് കേട്ടോ. അതിൻ്റെ റീസൺ നിങ്ങൾക്കറിയാമായിരിക്കും. അനീഷ് ഉള്ളതുകൊണ്ട് തന്നെയാണ് ആ ഒരു ക്യാമറ മൊത്തം കിച്ചണിൽ എത്തിയിട്ടിരിക്കുന്നത്. സോ അതുപോലെ തന്നെ അവിടെ കണ്ടന്റ് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. ക്യാമറ മൊത്തം അവിടെ ഇങ്ങനെ ഫോക്കസ് ആക്കി വെച്ചിട്ടുമുണ്ട്. സോ അപ്പോൾ രാവിലെ തന്നെ വിഷയമൊന്നും വേണ്ട, ചെറിയ ചെറിയ വിഷയമാണ് അനീഷ് ഉണ്ടാക്കുന്നത്. ആ ഒരു വിഷയത്തെ ചൊല്ലിയിട്ട് പിന്നെ അവിടെ വലിയ ഫൈറ്റും ഉണ്ടാവും. അത്രയ്ക്കുള്ള വിഷയം ആളുണ്ടാക്കുന്നുണ്ട് കേട്ടോ ഒരു ഹൗസിനുള്ളിൽ. അപ്പോൾ ഈ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് രാവിലെ തന്നെ കിച്ചൺ ഏരിയ തന്നെയാണ് വിഷയം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതും ആ കിച്ചണിലുള്ള ആ ഗ്രൂപ്പിലുള്ള ആൾക്കാർ തമ്മിൽ തന്നെയാണ് ഫസ്റ്റ് വിഷയം സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് തന്നെ അനീഷും ജിസേലും തമ്മിലാണ് ഒരു വാക്കുതർക്കം ഉണ്ടാവുന്നത്. പിന്നെ ജിസേൽ അധികമായിട്ട് കിടന്നിങ്ങനെ കിളപ്പിളന്ന് അങ്ങനെ വഴക്ക് കൂടാറില്ല. അതുകൊണ്ട് ആ ഒരു വഴക്ക് അവിടെ അങ്ങ് കുഞ്ഞു കാര്യമായിട്ട് അവിടെ അങ്ങ് ഒതുങ്ങി കേട്ടോ. ബാക്കിയുള്ളവരാണ് അത് ഏറ്റുപിടിച്ച് വലിയൊരു വഴക്കാക്കുന്നത്. അതായത് ഇപ്പോൾ ബിൻസി ആയാലും അല്ലെങ്കിൽ ഷാനവാസോ ആരെങ്കിലുമൊക്കെ വന്നിട്ടാണ് ഈ ഒരു വിഷയത്തെ വലിയൊരു വിഷയമാക്കി മാറ്റുന്നത്. അപ്പോൾ രാവിലെ തന്നെ മൈക്രോവേവ് ഓവനെ ചൊല്ലിയിട്ടായിരുന്നു രണ്ട് ഫൈറ്റ് നടന്നത്. അപ്പോൾ ഫസ്റ്റ് ഫൈറ്റ് നടന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനീഷ് സ്റ്റീൽ ഗ്ലാസ്സിൽ നിന്ന് വെള്ളം എന്തോ എടുത്ത് ഈ ഒരു മൈക്രോവേവിൻ്റെ അകത്തോട്ട് വെച്ചു കേട്ടോ. അപ്പോൾ ഇതങ്ങനെ ചെയ്യാൻ പാടില്ല. സോ അതുകൊണ്ട് തന്നെ ജിസേൽ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ മൈക്രോവേവിൽ ഇതുപോലെ ഇങ്ങനെ സ്റ്റീൽ കൊണ്ട് വെക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് ജിസേലിൻ്റെ മണ്ടയ്ക്കായി അനീഷ് ഭയങ്കരമായിട്ട് അവിടെ ഒരു ഫൈറ്റ് ഉണ്ടാക്കുന്നത്. അവിടെ സ്ക്രീൻ സ്പേസ് ആണ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഫൈറ്റാക്കി വരുന്നില്ല എങ്കിൽ ഇങ്ങനെ വാക്ക് തർക്കങ്ങൾ വരുമ്പോൾ തന്നെ ക്യാമറ മൊത്തം അങ്ങോട്ട് എത്തും എന്ന ഉള്ള ഒരു ഐഡിയ ആൾക്കുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആൾ ക്യാമറയെ വരുത്താൻ വേണ്ടി ഇങ്ങോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ആൾ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഒരു കാര്യം തന്നെ 100 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും. അതാണ് അനീഷിൻ്റെ ഒരു ഐക്കോണിക്. ഒരു കാര്യം തന്നെ ഒരു 10-15 പ്രാവശ്യം 100 പ്രാവശ്യം തന്നെ ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് നമ്മളെല്ലാവരും ഇറിറ്റേറ്റ് ചെയ്യിക്കുന്നത്. ഒരുപാട് കമൻസ് ഞാൻ കണ്ടിട്ടുണ്ട് ഇയാളുടെ ഈ ഒരു കാരണം, ഈ ഒരു റിപ്പറ്റീഷൻ കാരണം ലൈവ് പോലും കാണാൻ ഒരുപാട് പേർക്ക് താല്പര്യം തോന്നുന്നില്ല. സോ വളരെ കറക്റ്റാണ്, നമുക്ക് ഒരുപാട് ഇറിറ്റേറ്റ് തോന്നുന്നു. പിന്നെ ആളുടെ ഗെയിം സ്ട്രാറ്റജിയൊക്കെ കൊള്ളാം. കാരണം ആ ഒരു ഹൗസ് ഒന്ന് ആക്റ്റീവ് ആക്കണമെങ്കിൽ ആൾ വേണം അവിടെ, ഇല്ലെങ്കിൽ അവിടെ ഫുൾ ഗ്ലൂമി അവസ്ഥയായിരിക്കും. അത് വളരെ സത്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ബാക്കി നമുക്ക് ആ ഒരു ഫൈറ്റ് അവിടെ കഴിഞ്ഞു. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്തൊരു ഫൈറ്റ്, അതായത് മോർണിംഗ് ഈ ഒരു മൈക്രോവേവ് ഓവനിൽ ജിസേൽ ഓപ്പൺ ആക്കിയിട്ടു. ഈ ഗ്രൂപ്പിലുള്ള കുറേ എല്ലാവർക്കും ഒരുവിധം പാചകത്തെ പറ്റി ഒരു ഐഡിയയും ഇല്ലാത്ത കുറേ പേരാണ് ഒരു ഗ്രൂപ്പിൽ വന്ന് പെട്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ടെൻഷൻ, പേടി, സക്സസ് എല്ലാം ശരിയായിട്ട് വരുമോ, ഇത്രയും ആൾക്കാർക്ക് കൊടുക്കേണ്ടതാണ് ആഹാരമൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും കൂടെ എല്ലാവർക്കും ഉണ്ട് കേട്ടോ ആ ഗ്രൂപ്പിൽ. അനീഷിന് ആ ഒരു ടെൻഷൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ബാക്കി എല്ലാവർക്കും ആ ഒരു ടെൻഷനിലാണ് എല്ലാവരും നിൽക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ കൂടെയാണ് അനീഷ് ചെറിയ ചെറിയ കോലാഹലങ്ങൾ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് തന്നെ ജിസേൽ അറിയാതെ തോന്നിക്കുന്നത് ഈ ജോലിയുടെ ഇടയിൽ കൂടെ ആൾ ഇങ്ങനെ അറിയാതെ മൈക്രോവേവ് ഓവൻ തുറന്നിട്ടു എന്നും പറഞ്ഞിട്ട് പിന്നെ അതായി ഫൈറ്റ്. ഇങ്ങനെ തുറന്നിടാമോ, ഇതൊക്കെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ജിസേലിനെ വേണ്ടേ. പിന്നെ ജിസേൽ ചെറുതായിട്ടൊക്കെ റിപ്ലൈ കൊടുക്കും, വലുതായിട്ട് കിടന്ന് ഇയാളെപ്പോലെ ഹാർഷിയായിട്ട് സംസാരിക്കാറില്ല ആൾ അവിടെ അങ്ങ് കളഞ്ഞു കേട്ടോ ആ വിഷയം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ബിൻസി വന്ന് സംസാരിക്കുന്നുണ്ട്, അതുപോലെ ഷാനവാസ് വന്ന് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഷാനവാസും അനീഷും കൂടെ ഭയങ്കര വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നുണ്ട്. നീ എന്തിനാ ഇതിൽ ഇടപെടുന്നത്, ഇത് ഞാനാണ് കിച്ചൺ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞിട്ട് അനീഷ് ഒരു സൈഡിലും ഞാനാണ് ഈ വീടിൻ്റെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞിട്ട് ഷാനവാസ്
ഷാനവാസ് ഒരു സൈഡിൽ, അങ്ങനെ എല്ലാവരും കൂടെ ബല 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 ബലാന്ന് വഴക്കായി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ബിന്നി വരുന്നുണ്ട്. ബിന്നി വന്നിട്ട് പറയുന്നുണ്ട് നമുക്ക് സമയത്തിന് ആഹാരം കിട്ടണം എന്നൊക്കെ പറയുമ്പോൾ അനീഷ് തിരിച്ച് പറയുന്നുണ്ട് നിങ്ങൾ വേണമെങ്കിൽ അത്രയ്ക്ക് നിങ്ങൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ വായു ഭക്ഷിക്ക്, അല്ലാതെ വേറെ വഴിയില്ല എന്നൊക്കെ ഇങ്ങനെ ഒരു കളിയാക്കിയ മട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ബിന്നി തിരികെ പറയുന്നുണ്ട് ഇങ്ങനെയാണോ ഒരു കിച്ചൺ ക്യാപ്റ്റൻ ഒരു വിശന്നിരിക്കുന്ന ആളിനോട് പറയേണ്ടത്? വായു ഭക്ഷിക്കാനാണോ? നിങ്ങൾ കറക്റ്റ് സമയത്ത് ആഹാരം തരാനാണ് നിങ്ങളെ ക്യാപ്റ്റനാക്കി വെച്ചേക്കുന്നത്, അതുപോലെ നിങ്ങൾ ഈ ഡ്യൂട്ടി തന്നേക്കുന്നത്, അല്ലാതെ ഇങ്ങനെ കളിയാക്കി സംസാരിക്കാനല്ല എന്നൊക്കെ ബിന്നി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബിന്നിക്കൊക്കെ ആ ഒരു സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആളിതിൻ്റെ ഇടയിൽ വന്നത് ചാടിയത്. അത് സംഭവം കറക്റ്റാണ് അനീഷ് പറയുന്നത്. അനീഷ് പറയുന്നുണ്ട് ബിന്നി നീ സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിപ്പോൾ സംസാരിക്കേണ്ട ആവശ്യമില്ല, നീ പോയിരിക്കും, നിനക്ക് സമയമാകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് തരാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ബിന്നി പോകുന്നില്ല. ബിന്നി ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് കിച്ചൺ ക്യാപ്റ്റൻ ആക്കി വെച്ചത്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം, കറക്റ്റ് സമയത്ത് ഫുഡ് തരണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം അവിടെ രണ്ടുപേർക്കൊന്ന് തർക്കിക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ ക്യാമറ സ്പേസ് കിട്ടുമല്ലോ, ആക്റ്റീവ് ആണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിന്നെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ആ ഒരു വിഷയം അവിടെ കഴിയുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് പേര് വന്ന് സംസാരിക്കുന്നുണ്ട്. ഈ ഗ്രൂപ്പിലുള്ളവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നുണ്ട്. പിന്നെ അക്ബർ, ഇതിൻ്റെ തുടർന്നിട്ടാണ് അക്ബറും ഷാനവാസും തമ്മിൽ വലിയൊരു ഫൈറ്റ് ഉണ്ടായി കേട്ടോ. നല്ലൊരു ഫൈറ്റ് ഉണ്ടായി. അതിൻ്റെ ഇടയിൽ ഒനീൽ വന്നു. ഒനീലും ഷാനവാസും ഒരുമിച്ച് അക്ബറിനോട് ഇങ്ങനെ അക്ബർ എന്തോ ഒരു വേർഡ് ഉച്ചരിച്ച് ചീത്ത വാക്ക് ഉച്ചരിക്കുന്നുണ്ട്. അതിൻ്റെ റീസൺ വേറൊന്നുമല്ല, ഈ ഒരു വഴക്കിൻ്റെ ഇടയിൽ അനീഷും ഷാനവാസുമായിട്ട് വഴക്ക് കൂടിക്കൊണ്ട് നിന്ന ആ ഒരു ടൈമിൽ ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട് നീയല്ലേ ഇയാളെ ക്യാപ്റ്റൻ ആക്കിയത്? അക്ബർ ചോദിക്കുന്നതാണ്, നീയല്ലേ ഈ അനീഷിനെ ക്യാപ്റ്റൻ ആക്കിയത്, പിന്നെ നീ എന്തിനാടാ കിടന്നുണ്ടാക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയത്താണ് ഷാനവാസും ഒനീലും ഒക്കെ വന്നിട്ട് കുറേ സംസാരിക്കുന്നുണ്ട്. അതിനിടയിൽ ഒനീലിനെ ഇങ്ങനെ ചീത്ത വാക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒനീൽ ചെന്ന് ക്യാമറയോടൊക്കെ പറയുന്നുണ്ട് ഇവനെ ഇവിടെ നിന്ന് പുറത്താക്കിയിട്ടേ ഞാൻ പോവുള്ളൂ, ഇവനെ ഇവിടെ നിന്ന് പുറത്താക്കണം, കാരണം ഇങ്ങനെ ഒരു ബാഡ് വേർഡ് യൂസ് ചെയ്ത ഒരാൾ ഈ ഒരു ഹൗസിനുള്ളിൽ നിൽക്കാൻ യോഗ്യതയില്ല എന്ന് പറഞ്ഞിട്ട് അക്ബറിനെതിരെ ഒനീൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ എന്താവും അത് വീക്കെൻഡ് എപ്പിസോഡിൽ എന്താണ് അതിൻ്റെ റിസൾട്ട് എന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നല്ല ആ ഒരു വേർഡ് ലൈവിൽ കറക്റ്റായിട്ട് ആ വേർഡോടെ കാണിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ടെലികാസ്റ്റിൽ അത് കാണിക്കുമെന്ന് അറിയില്ല, മിക്കവാറും കാണിക്കില്ല. പക്ഷെ ലൈവിൽ എന്തിനാണ് അത് ഇങ്ങനെ മ്യൂട്ടാക്കാതെയാണ് കേട്ടോ കറക്റ്റ് ആ ഒരു വേർഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു, കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ അവിടെ ഒരു വലിയൊരു ഫൈറ്റ് ഉണ്ടായി കേട്ടോ. ഷാനവാസും അക്ബറും തമ്മിൽ ഫൈറ്റ് ഉണ്ടായി. അതിനുശേഷം ഇതിൻ്റെ ഇടയിൽ അപ്പാനി ശരത്ത് കയറി വന്നു. അപ്പാനി ശരത്തിന് അറിയാലോ അക്ബറിനൊരു പ്രശ്നം ഉണ്ടായാൽ അപ്പാനി ശരത്ത് അവിടെ ഓടി എത്തിയിരിക്കും. അങ്ങനെ അപ്പാനി ശരത്തും ഷാനവാസും കൂടെ നല്ലൊരു വഴക്കുണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. മട്ടിക്കും എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആരും അടിച്ചില്ല, തള്ളി അങ്ങോട്ട് തള്ളി ഇങ്ങോട്ട് തള്ളിയൊക്കെ നിന്നു കേട്ടോ. അങ്ങനെ അവിടെ ആ ഒരു ഫൈറ്റ് നന്നായിട്ട് ഫൈറ്റ് ഉണ്ടായി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പാനി ശരത്ത് അങ്ങോട്ട് പോയി ഷാനവാസിനോട് റിംഗിലാവുന്നതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങ് അവർ സെറ്റായി കേട്ടോ. അവർ ആ വഴക്ക് കഴിഞ്ഞതിന് ശേഷം പിന്നെ 2 മിനിറ്റ് കഴിയുമ്പോൾ അവരങ്ങ് സെറ്റായിട്ടുണ്ടായിരുന്നു. എല്ലാവരും ആ ഒരു മൊമെന്റിൽ ആ ഒരു ദേഷ്യം പറഞ്ഞു തീക്കുന്നു, കഴിയുന്നു, അങ്ങ് അത്രേ ഉള്ളൂ കേട്ടോ. കിച്ചൺ ഡ്യൂട്ടിക്കാരെന്ന് പറയുന്നത് അവർ ഫസ്റ്റ് ടൈം ഇതിൽ കുറേ പേർക്ക് ഫസ്റ്റ് ടൈമാണ് അവർ കുക്ക് ചെയ്യുന്നത് തന്നെ. പിന്നെ കുറേ പേർക്ക് കുക്ക് ചെയ്യാൻ വലിയ ധാരണ ഇല്ലാത്തവരാണ്. അപ്പോൾ അവരുടെ ഇടയിൽ തന്നെ കുറേ ഇങ്ങനെ മിസ്അണ്ടർസ്റ്റാൻഡിങ്, അതായത് ഒരാൾക്ക് ഗോതമ്പ് ദോശ ഉണ്ടാക്കാനാണ് ഇഷ്ടം, ഒരാൾക്ക് ചപ്പാത്തി ഉണ്ടാക്കാനാണ് ഇഷ്ടം. അങ്ങനെ അവരുടെ ഇടയിൽ തന്നെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല. അപ്പോൾ എല്ലാം കൊണ്ടും കിച്ചൺ ഗ്രൂപ്പ് വളരെയധികം ഫ്ലോപ്പ് ആയിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഇനി അവർ മെച്ചപ്പെടുമെന്ന് അറിയില്ല. പക്ഷേ ഇവരുടെ ഗ്രൂപ്പിനകത്ത് തന്നെ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വാക്ക് തർക്കങ്ങളാണ്. ഒരു യോജിപ്പില്ലാത്ത ഗ്രൂപ്പായിരുന്നു കിച്ചൺ ഗ്രൂപ്പ്. നമ്മൾ കിച്ചൺ ഗ്രൂപ്പിനെ മാത്രം ഫോക്കസ് ചെയ്ത് പറയാനുള്ള റീസൺ എന്ന് പറയുന്നത് വേറൊരു കണ്ടന്റ് അതിൻ്റെ അകത്ത് ഇല്ല. കാരണം അനീഷിൻ്റെ ആ ഒരു ഗ്രൂപ്പ് മാത്രമാണ് അവിടെ കണ്ടന്റ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഷാനവാസ് വരുന്നുണ്ട്, ഒനീൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് കേട്ടോ. ഒനീൽ നല്ല ഒരു കണ്ടസ്റ്റൻ്റ് ആണ്, ആളെ ഔട്ടാക്കി വിടരുത് എന്ന് തന്നെയാണ് എൻ്റെ ഇഷ്ടം. കാരണം നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആണ്. ഗ്രൂപ്പിസത്തിനെ അടിച്ചൊടിച്ച് കളഞ്ഞു നിൽക്കുന്നത് ഒനീലാണ് കേട്ടോ. ആദ്യം നമുക്ക് ഒനീലിൻ്റെ പേര് തന്നെ പറയണം. ആ ഷാനവാസിനെക്കാട്ടിലും മുൻപേ ഒനീൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഗ്രൂപ്പിസത്തെ പറ്റിയിട്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ ആൾ പ്രതികരിച്ചിട്ടുണ്ട്. ഓരോ കാര്യത്തിലും ഗ്രൂപ്പിസത്തിനെ പറ്റിയിട്ട് ഓരോ കാര്യത്തിലും പ്രതികരിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് പിടിച്ചൊന്നും അല്ല ആൾ നിൽക്കുന്നത്, വളരെയധികം ഒരു ജെനുവിനായിട്ട് തന്നെയാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് ആൾ നല്ലൊരു കണ്ടസ്റ്റൻ്റായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. നല്ലൊരു മത്സരാർത്ഥിയാണ്. ഈ ഗെയിമിലൊക്കെ നമുക്ക് അറിയാൻ പറ്റില്ല, ഗെയിമിൽ കൂടുതൽ എളുപ്പം പറ്റത്തില്ലായിരിക്കും. പക്ഷെ എന്തായാലും ആ ഗെയിമർ എന്ന രീതിയിൽ അവിടെ അവർ നിൽക്കുന്നതിൽ നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആണ്. വെറും വാഴയായിട്ട് നിൽക്കുന്നില്ല, നല്ലൊരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ് കേട്ടോ. കഴിക്കുന്ന സമയത്ത് മിക്കവാറും ഞാൻ നോക്കുമ്പോൾ ലൈവിൽ അനീഷിന് ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും പറയും. പിന്നെ അനീഷ് തീരെ അങ്ങ് സംസാരിക്കില്ല കേട്ടോ. കഴിക്കുന്ന സമയത്ത് ആൾ ഭയങ്കരമായിട്ട് വയലൻ്റ് ആവത്തില്ല. പക്ഷേ ഈ കണ്ടസ്റ്റൻസിൽ കുറേ പേര് ചൊറിഞ്ഞ് നിൽക്കും കേട്ടോ. അതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നു എന്തിനാണ് കഴിക്കുന്ന സമയത്തും കൂടി എന്തിനാണ് ആളിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന, ആൾ നേരത്തെ ചെയ്ത കാര്യങ്ങളൊക്കെ വെച്ചിട്ട്, അതായത് ആ ഹൗസിൽ ചെയ്ത കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആളെങ്ങനെ സംസാരിച്ച് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഷാനവാസ് ഉൾപ്പെടെയാണ് ചൊറിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ലൈവിൽ കാണാൻ പറ്റും, അല്ലാത്തതിൽ കാണിക്കുമെന്ന് അറിയത്തില്ല കേട്ടോ.
പിന്നെ ഇതിൻ്റെ ഇടയിൽ തന്നെ റേണ ഫാത്തിമയും അപ്പാനി ശരത്തിനെയും കാണിക്കുന്നുണ്ട്. അപ്പോൾ അപ്പാനി ശരത്തിനോട് റേണ ഫാത്തിമ ചോദിക്കുന്നുണ്ട്, ചേട്ടൻ സിംഗിൾ ആയിരുന്നെങ്കിൽ ചേട്ടൻ ഒരു ലവ് ട്രാക്ക് പിടിക്കായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു റേണ ഫാത്തിമയ്ക്ക് ഒരു ലവ് ട്രാക്ക് പിടിക്കാൻ എന്തോ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ആൾ സിംഗിൾ അല്ലല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ആൾക്കുണ്ടെന്ന് എനിക്ക് ആളെ പറച്ചിൽ കേട്ടപ്പോൾ മനസ്സിലായി കേട്ടോ. അപ്പോൾ ആളിപ്പോൾ കമ്മിറ്റഡ് ആണല്ലോ, പുറത്തൊരാളുമായിട്ട് കമ്മിറ്റഡ് ആണ്. ഇനി അറിയാൻ പറ്റില്ല, ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പോകുമ്പോൾ ഗെയിംസ് ഒക്കെ ചേഞ്ച് ആവും. ഒരുപാട് പേര് അതിനുള്ളിൽ പുറത്ത് കപ്പിളായിട്ടിരിക്കുന്ന കുറേ പേര് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് വേറൊരു കപ്പിൾ ഉണ്ടാക്കാറുണ്ട് ലവ് ട്രാക്ക് പിടിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ആകുമോ എന്നറിയില്ല, പക്ഷേ ഇതുവരെ ആൾക്ക് വേറെ ഒരു ഇതും ഇല്ല കേട്ടോ. ആൾ കുഞ്ഞു കുട്ടിയെ പോലെ തന്നെയാണ് അവിടെ കണ്ടസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നത്. അതിന് വേറെ ഒരു അഫെയർസ് ഒന്നും അതിൻ്റെ അകത്തോട്ട് ഉണ്ടായിട്ടില്ല ഇതുവരെ, ഈ നിമിഷം വരെ. ഇനി ചിലപ്പോൾ പറയാൻ പറ്റില്ല, നമുക്കിനി എത്രയോ ദിവസങ്ങൾ കിടക്കും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ലവ് അഫെയർസോ ലവ് ട്രാക്സോ ഒക്കെ കൊണ്ടുവരുമെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ അത് നമുക്ക് നോക്കാം. അതിനിടയിൽ തന്നെ ആര്യനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആര്യനോട് ഇങ്ങനെ സരികയും അപ്പാനി ശരത്തും അക്ബറൊക്കെ ചോദിക്കുന്നുണ്ട്, ലവ് ട്രാക്ക് പിടിച്ചുകൂടെ നിനക്ക് ലവ് ട്രാക്ക് പറ്റും, നിന്നെ കൊണ്ടേ പറ്റൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ലവ് ട്രാക്ക് പിടിക്കാൻ ആരാ ഉള്ളത്? പ്രായത്തിൽ മൂത്ത ജിസേലുണ്ട്, പിന്നെ വേറെ ആരാ ഇവിടെ ലവ് ട്രാക്ക് പിടിക്കാനുള്ളത്? ലവ് തോന്നാൻ ആരെങ്കിലും വേണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇവർ പറയുന്നുണ്ട്, ആ കുട്ടി കൊള്ളാം, ഈ കുട്ടി കൊള്ളാം, അനു കൊള്ളാം, റേണ ഫാത്തിമ നോക്ക്, അങ്ങനെയൊക്കെ ഓരോ പേരെ പറയുന്നുണ്ട്. അതൊക്കെ വെച്ചാൽ ഫണ്ണായിട്ടാണ് കേട്ടോ. അവർ ലവ് ട്രാക്ക് പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കഴിഞ്ഞ സീസൺസൊക്കെ കണ്ടിട്ട് വന്നവരായതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിച്ചിട്ട് വന്നവരാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു ലവ് ട്രാക്കിലോട്ട് ഇവിടെ ആരും വീഴത്തില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടോ. പിന്നെ നമുക്ക് മെയിനായിട്ടുള്ള നമ്മുടെ ഇന്നത്തെ വിഷയം മിഡ് വീക്ക് എവിക്ഷൻ. മിഡ് വീക്ക് എവിക്ഷനിൽ 6 പേര് ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു, ഫസ്റ്റ് ടാസ്ക് ഇന്ന് കൊടുത്തിരിക്കുകയാണ് അവർക്ക്. അപ്പോൾ ഈ മിഡ് വീക്ക് എവിക്ഷൻ എന്ന് പറയുന്നത് വ്യക്തമായിട്ട് ബിഗ് ബോസ് പറഞ്ഞു ഒരു മിഡ് വീക്ക് സസ്പെൻഷനാണ്. അതായത് ഇവരെ കുറച്ച് ദിവസത്തേക്ക് ഒരു സീക്രട്ട് റൂം, ഡാർക്ക് റൂം, അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ക്യാമറയോ വേറെ ഒന്നും കാണത്തില്ല, ജസ്റ്റ് അവർ മാത്രം ഒറ്റയ്ക്ക്, അവർ മാത്രം ഏകാന്ത തടവ് എന്ന് പറയാം. വേറെ ഒരു കാര്യവും അതിൻ്റെ അകത്തില്ല. അവർ ഒറ്റയ്ക്കിരിക്കുക, വേറെ സംസാരിക്കാനോ വേറെ ക്യാമറ സ്പേസോ ഒന്നും കിട്ടത്തില്ല, അതിനകത്ത് ഇരിക്കുക. അതാണ് അവർക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സസ്പെൻഷൻ ടാസ്ക് ഫസ്റ്റ് ടാസ്ക് ആണ്. അപ്പോൾ മിഡ് വീക്ക് എവിക്ഷനിൽ ഫസ്റ്റ് അവർക്കൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടാസ്ക് ഇങ്ങനെ ആയിരുന്നു, ഒരു കളർ ബൗൾ ഉണ്ടാവും, അതിനകത്ത് ഒരു കുറേ കീസ് ഉണ്ടാവും, അതിൽ കീ കണ്ടുപിടിക്കുക, ഒരു പൂട്ടുണ്ടാവും, അത് തുറക്കുക, അതിനുള്ളിൽ നിന്ന് കുറേ സാധനങ്ങൾ, അതായത് ഒരുപാട് നമ്മുടെ ഓർണമെൻറ്റ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണും, അതെല്ലാം എടുത്ത് അണിയുക. അതിനുശേഷം മണ്ണിൽ കോയിൻസ് തപ്പുക, കുറേ ചെളി പോലെ ഉണ്ടാവും, അതിൽ മൊത്തം കോയിൻസ് തപ്പിയെടുക്കുക. അപ്പോൾ ഈ ഒരു ടാസ്ക് ഇവരല്ല ചെയ്യേണ്ടത്, ഈ 6 പേരല്ല ചെയ്യേണ്ടത്. ഈ 6 പേരും ഓരോരുത്തരും 2 കണ്ടസ്റ്റൻസ്, അതായത് ഇവരിൽ പെടാത്ത 2 കണ്ടസ്റ്റൻസിനെ സെലക്ട് ചെയ്യുക. ആ 2 കണ്ടസ്റ്റൻസ് ആയിരിക്കും, ആ 2 പേരായിരിക്കും ഈ ഒരു ടാസ്ക് ചെയ്യുക. ഓരോരുത്തരും 2 പേരെ സെലക്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് ആരെ സെലക്ട് ചെയ്തെന്ന് പറയാം. ഫസ്റ്റ് നമുക്ക് റേണേനെ പറയാം. റേണ സെലക്ട് ചെയ്തത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കണ്ടസ്റ്റൻസിനാണ്. അതായത് അവിടെ ഗെയിം കളിക്കുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ള 2 പേരാണ് ജിസേലും ആര്യനും. അവരെ ഫസ്റ്റ് തന്നെ റേണ സെലക്ട് ചെയ്തു. രണ്ടാമത് പോയത് ഒനീലാണ്. ഒനീൽ ഷാനവാസിനെയും അക്ബറിനെയാണ് സെലക്ട് ചെയ്തത്. പിന്നെ ഷാരിക KB സെലക്ട് ചെയ്തത് ആദില നൂറേനെയും അതുപോലെ തന്നെ ബിന്നീനെയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് അനീഷ് വന്നിട്ട് തനിക്ക് ഏറ്റവും എതിരായിട്ടുള്ള അപ്പാനി ശരത്തിനെയും അനുമോളെയും സെലക്ട് ചെയ്തു. അതിനുശേഷം സരിക വന്ന് നെവിനെയും അതുപോലെ തന്നെ അഭിലാഷിനെയും സെലക്ട് ചെയ്തു. ലാസ്റ്റ് രേണു വന്നിട്ട് ബിൻസിനെയും ഷൈത്തിനെയും സെലക്ട് ചെയ്തു. അങ്ങനെ ഇത്രയും പേരെയാണ് സെലക്ട് ചെയ്തത്, അതായത് സപ്പോർട്ടേഴ്സായിട്ട്. ഇവർ ഈ ഒരു ടാസ്ക് തീരും വരെ, അതായത് മിഡ് വീക്ക് എവിക്ഷൻ്റെ എല്ലാ ടാസ്കിലും ഇവരായിരിക്കും ഇവർക്ക് സപ്പോർട്ടിംഗ് ആയിട്ട് നിൽക്കുന്നത് കേട്ടോ. അപ്പം അനീഷ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സെലക്ട് ചെയ്തതെന്ന് അറിയില്ല. ചിലപ്പോൾ അപ്പാനി ശരത്തിൻ്റെയും അനുമോളുടെയും തനിനിറം പുറത്ത് കൊണ്ടുവരാനാണോ എന്നാണോ ആൾ ഉദ്ദേശിച്ചതെന്നറിയില്ല. എന്തായാലും അവരെ ഇങ്ങനെയൊക്കെയാണ് സെലക്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഗെയിം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിമായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ അപ്പാനി ശരത്തും അനുമോളും എങ്ങനെ മനഃപൂർവ്വം അവർ തോൽപ്പിച്ചതാണോ എന്ന് അറിയത്തില്ല. എന്തായാലും ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് കിട്ടിയത് 1 പോയിന്റ് കിട്ടിയത്, ഏറ്റവും ലോവസ്റ്റ് മാർക്ക് കിട്ടിയത് അനീഷിനായിരുന്നു കേട്ടോ. അത് നമുക്ക് മനഃപൂർവ്വം ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളൂ. ആസ് എ വ്യൂവർ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുള്ളൂ. കാരണം അവർ കട്ടക്ക് ഓപ്പോസിറ്റാണ് അനീഷിൻ്റെ. അപ്പം ഉറപ്പായിട്ടും അതങ്ങനെ തന്നെ വരുള്ളൂ. ഇനി ഫസ്റ്റ് പൊസിഷനിലോട്ട് പോകാം. ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത് റേണയാണ് കേട്ടോ. റേണയ്ക്ക് 6 പോയിൻറ്റ്സ് ആണ് കിട്ടിയത്. അത് കഴിഞ്ഞ് കലാഭവൻ സരികയ്ക്ക് 5 പോയിൻറ്റ്സ് കിട്ടി. രേണു സുധിക്ക് 4 പോയിൻറ്റ്സ് കിട്ടി കേട്ടോ. പിന്നെ ഒനീൽ സാബുവിന് 3 പോയിൻറ്റ്സ്, ഷാരിക KBക്ക് 2 പോയിൻറ്റ്സ് ആൻഡ് അനീഷിന് 1 പോയിൻറ്റ്. അങ്ങനെയാണ് കേട്ടോ പോയിന്റ് കിട്ടിയതിൽ 2 പേര് ഡേഞ്ചർ സോണിലാണ്, ഷാരിക KBയും
അതുപോലെ അനീഷും ഡേഞ്ചർ സോണിലാണ്. അപ്പോൾ വരും എപ്പിസോഡുകളിൽ പുതിയ പുതിയ ടാസ്ക് അവർക്ക് കൊടുക്കും. വ്യാഴാഴ്ച ആയിരിക്കുമല്ലോ ഇതിൻ്റെ അന്തിമ തീരുമാനം അറിയാൻ പോകുന്നത്. അപ്പോൾ അതുവരെ ഇവർക്ക് ടാസ്ക് ഉണ്ടാവും. അപ്പോൾ ആ ടാസ്കിൽ നെക്സ്റ്റ് വരുന്ന ടാസ്കിലൊക്കെ ഇവർ കുറച്ചുകൂടെ നന്നാക്കി കഴിഞ്ഞാൽ സെറ്റാവും. പക്ഷെ അതറിയാൻ പറ്റില്ല, കാരണം ഇവർക്ക് ഒട്ടേ സപ്പോർട്ടേഴ്സിൻ്റെ കാര്യമാണ്. പ്രത്യേകിച്ച് അനീഷിൻ്റെ കാര്യം മിക്കവാറും അനീഷ് ഡാർക്ക് റൂമിൽ പോകാനാണ് സാധ്യത. സോ അതെന്തായാലും നമുക്ക് കണ്ടറിയാൻ വരുന്ന എപ്പിസോഡ്സിലെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വലിയ പ്രശ്നം അവിടെ ഉണ്ടായിട്ടോ. ഇത് കഴിഞ്ഞപ്പോഴാണോ ഇതിന് മുൻപാണോ എനിക്ക് സംശയമുണ്ട്. ജിസേലും അനുമോളുമായിട്ടുള്ള പ്രശ്നം. ജിസേലിൻ്റെ പ്രശ്നം ഫസ്റ്റ് പറയാം. അപ്പോൾ ജിസേലിന് ഓൾറെഡി ലാലേട്ടൻ ഒരു ലാസ്റ്റ് ചാൻസ് പോലെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആളിങ്ങനെ ഓരോ സാധനങ്ങൾ ബിഗ് ബോസിൽ ഏൽപ്പിക്കാതെ യൂസ് ചെയ്യുന്നതായിട്ട് ചെറിയൊരു കള്ളത്തരം കാണിക്കുന്നതായിട്ട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീക്കെൻഡ് എപ്പിസോഡിലും പറഞ്ഞു, പിന്നെ മൺഡേ ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നല്ലോ, അതിലും ബിഗ് ബോസും അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊന്നും നോക്കാതെ ഒരു കാര്യങ്ങളും അനുസരിക്കാതെ നമ്മുടെ ജിസയിൽ ഈ ബോഡി സ്യൂട്ട്, നമ്മൾ ഇന്നറായിട്ടാണ് ബോഡി സ്യൂട്ട് സാധാരണ ഇടുന്നത്, അപ്പോൾ ഈ ബോഡി സ്യൂട്ട് എടുത്ത് ജിസയിൽ ഇട്ടുകൊണ്ട് നടക്കുവാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരുപാട് പേർക്ക് ആ വീട്ടിനുള്ളിൽ തന്നെ ഒരുപാട് പേർക്ക് ഡൗട്ട് അടിച്ചു. പക്ഷെ ആർക്കും ചോദിക്കാനുള്ളൊരു ധൈര്യമില്ല. അങ്ങനെ ബിഗ് ബോസ് തന്നെ ലാസ്റ്റ് ഇവരെല്ലാം പൊക്കി കേട്ടോ. ഈ ജിസേലിനെ പൊക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജിസേലിൻ്റെ അടുത്ത് ചോദിച്ചു ഇങ്ങനെ ഡ്രസ്സ് യൂസ് ചെയ്യുന്നുണ്ടോ. അപ്പോൾ ജിസേൽ പറഞ്ഞത് ഇങ്ങനെയാണ്, ജിസേലിൻ്റെ ഡ്രസ്സ്, അതായത് ബിഗ് ബോസ് കൊടുത്ത ഡ്രസ്സ് കീറിപ്പോയി, അതുകൊണ്ടാണ് ഇങ്ങനെ ബോഡി സ്യൂട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ബിഗ് ബോസ് അത് അനുവദിച്ചില്ല. ബിഗ് ബോസ് എല്ലാ കീറിയ തുണിയും എല്ലാം തിരിച്ചേൽപ്പിക്കാൻ പറഞ്ഞു. വേറൊരു ഡ്രസ്സ് ജിസേലിന് കൊടുത്തു കേട്ടോ. പുതിയൊരു ഡ്രസ്സ് ജിസേലിന് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ജിസേലിൻ്റെ എല്ലാ കളത്തിലും പൊളിഞ്ഞു. അപ്പം ഇത് കണ്ട അനുമോൾ കൂടെയാണ് കേട്ടോ ഇത് കാണിച്ചു കൊടുത്തത് ഈ സംഭവം. അപ്പോൾ അനുമോളോട് ജിസേൽ ഭയങ്കരമായിട്ട് വൈരാഗ്യവും ദേഷ്യവും എന്തൊക്കെയോ തോന്നി. അങ്ങനെ ജിസേൽ പറയുന്നുണ്ട്, എൻ്റെ ശരീരം നിൻ്റെ ശരീരം പോലെ കുഞ്ഞു ശരീരമല്ല, എൻ്റെ ശരീരം നല്ല പൊക്കമുണ്ട്, അതുപോലെ വണ്ണമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ശരീരത്തിൽ ചിലപ്പോൾ ഡ്രസ്സൊക്കെ ഇട്ടാൽ കീറിപ്പോകും. അപ്പോൾ അനുമോൾ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ജിസേൽ ഡ്രസ്സ് കീറിയതല്ല, ജിസേൽ മനഃപൂർവ്വം ഡ്രസ്സ് കീറിയതാണ് വേറെ ഡ്രസ്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞതിന് എതിരായിട്ടാണ് ജിസേൽ ഇങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പം അങ്ങനെ അനുമോൾ കുറേ പിഴിച്ചിലായി തന്നെ പൊക്കം കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വിഷയങ്ങളായി കേട്ടോ. അനുമോൾ ഭയങ്കരമായിട്ടൊന്ന് ഡെസ്പായി പോയി. ആൾ കരഞ്ഞ് ബാത്റൂമിൽ പോയി കരയുന്നു, ഗാർഡൻ ഏരിയയിൽ പോയി കരയുന്നു. അങ്ങനെ ഒരുപാട് കരച്ചിൽ ഡ്രാമയായിരുന്നു കേട്ടോ അവിടെ നടന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ട് അപ്പാനിയും അതുപോലെ ആര്യനൊക്കെ ചിരിച്ച് രസിക്കുന്നുണ്ട്. കാരണം ഈ ഒരു ചെറിയ കാര്യത്തിനൊക്കെ ഇങ്ങനെ കരയുന്നുണ്ടോ. അപ്പോൾ ഇനി വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പം അനുവിൻ്റെ അവസ്ഥ ഇമോഷണലി എന്താവുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഇങ്ങനെ ചെറിയൊരു വഴക്കാണ് കേട്ടോ. അതിങ്ങനെ ജിസേൽ വേറെ അർത്ഥത്തിൽ ഉദ്ദേശിച്ച് പറഞ്ഞതായിരിക്കില്ല, ചിലപ്പോൾ പെട്ടെന്ന് ആ ഒരു ദേഷ്യത്തിൽ പറഞ്ഞതായിരിക്കും ഇങ്ങനെ പറയുന്ന കേട്ടിട്ട്. നമ്മൾ ആരായാലും പറഞ്ഞു പോകില്ലേ, അറിയാത്തൊരു കാര്യം, അതായത് താൻ കീറിയതല്ല എന്നുള്ള ഒരു ബോധ്യം ജിസേലിനുള്ളത് കൊണ്ട് ജിസേലിന് ദേഷ്യം വന്ന് കാണും, ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല. അത് ചിലപ്പോൾ ജിസേൽ ചെയ്ത കള്ളത്തരവും ആവാം. അപ്പോൾ എന്തായാലും അത് ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ അതെന്തായാലും പൊളിയും. ജിസേൽ കള്ളത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൊളിയിരിക്കും. അപ്പോൾ ജിസേലിന് ഇത് ലാസ്റ്റ് വാർണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്, ഇനി അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അഥവാ എന്തെങ്കിലും കീറിപ്പോയാൽ ബിഗ് ബോസിനെ അറിയിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് കേട്ടോ അവിടെ നടന്നത്. എന്തായാലും ബെസ്റ്റ് പെർഫോമേഴ്സ് ആയിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഷാനവാസ്, അനീഷ്, ഒനിയിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാവരും നോമിനേഷനിലുണ്ട്, അഭിലാഷ് ഒഴികെ എല്ലാവരും വീക്കെൻഡ് നോമിനേഷനിലുണ്ട്. പിന്നെ ഈ 6 പേര് ഒഴികെ 6 പേർക്ക് എവിക്ഷൻ ഇല്ല, അവർക്ക് ഉള്ളിൽ തന്നെ ഡാർക്ക് റൂമിൽ പോകുന്ന എന്നുള്ള പാടേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് അവർ രക്ഷപ്പെട്ടിട്ടുണ്ട്, 6 പേര് രക്ഷപ്പെട്ടു. ബാക്കിയുള്ളവർക്കാണ് പണി കിട്ടാൻ പോകുന്നത്. അപ്പോൾ വോട്ടിംഗ് ഒക്കെ കണ്ടിട്ടുണ്ടാവും എല്ലാവരും. ശൈത്യക്കാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ വോട്ട് ഇപ്പോഴും അനുമോക്കാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ ലേറ്റസ്റ്റ് കണ്ടതിൽ അനുമോക്കായിരുന്നു. ഇനിയും മാറി വരാം, ഒരാഴ്ച കിടക്കുമല്ലേ, അപ്പോൾ ഇനിയും ചേഞ്ചസ് വരുമായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് വരുന്ന എപ്പിസോഡ്സിൽ നോക്കാം എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നതെന്ന്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻറ്റിൻ്റെ പേര് കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.